വ്യക്തി കേന്ദ്രീകൃതമായ വിശ്വാസമല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നുള്ള ഡെഫിനിഷൻ. ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, ഉത്ഭവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിലും ക്രിസ്തുവിലും നീ വിശ്വസിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ നീ പ്രസാദിപ്പിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പിന്നെയും നമ്മളെ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നീ ഉറച്ചു നിന്ന് ഈ കർത്താവിനെ പ്രസാദിപ്പിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ മുഖാന്തരം നിനക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില ഫലങ്ങളുണ്ട്. ഒന്ന്, രോഗസൗഖ്യം നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അടഞ്ഞുപോയ വഴികൾ, വാതിലുകൾ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു തരാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നിത്യമായ രക്ഷ നിന്റെ മേൽ വെളിപ്പെടാൻ ഇടയായിത്തീരും. ഈ വിശ്വാസം നീ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന്, പ്രാർത്ഥന കൂടിയേ തീരുകയുള്ളൂ. നീ കൂട്ടായ്മ ആചരിച്ചേ തീരുകയുള്ളൂ. വചനത്തിൽ പ്രമാണിച്ച് നീ മുൻപോട്ട് ജീവിച്ചേ മതിയാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുക, കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ വചനത്തിൽ നീ വിശ്വസിക്കുമ്പോൾ നീ കർത്താവിനെ പ്രസാദിപ്പിക്കുകയും നിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കുകയും നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ തക്കതായ പ്രതിഫലവും ഫലവും ആ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി തരികയും ചെയ്യുമെന്ന്.